തണുത്ത വെള്ളത്തോണ്ട് ഒരു കുളി കുളിക്കാം. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ പൂച്ചൂട്ടീനെ ചോദിച്ചിട്ട് ഒരാൾ വന്നിട്ടാ വന്നതൊക്കെയല്ലേ നമുക്ക് അങ്ങോട്ട് വേണം, അവർ വീട്ടിൽ വേണം അവിടെ കൊണ്ടുപോയി വിടുക. നമ്മൾ വീടിന് ഏകദേശം പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളപ്പൂച്ചൂട്ടീനായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്നത് അവർ പെണ്ണാട്ടാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ ചെക്കനാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കണ്ടു. അപ്പോൾ നമുക്ക് അവർ മെസ്സേജ് ചോദിച്ചാണ്. അതിന് മുമ്പേ അവർ ചോദിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അവർ പൂച്ചൂട്ടിനെ കണ്ടു. ആദ്യം അവർ മിക്സ്ഡ് കളറാണ് ചോദിച്ചിട്ടാണ്. മിക്സ്ഡ് കളറിൽ പെണ്ണ് വരാത്ത കാരണം ആകെ ഒരു പെണ്ണ വരുന്നുള്ളൂ, അത് അവർക്ക് വേണ്ട പറഞ്ഞപ്പോൾ വെള്ളേനായിട്ട് അവർ ചോദിച്ചിട്ട്. അപ്പോൾ ഏതാണെന്ന് കാണിച്ചില്ല. ഈ നിൽക്കുന്നതാട്ടോ ആള്. അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കാട്ടെ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും 6 ആൾക്കാരും കൂടി കളിക്കാനും ഫുഡ് കഴിക്കാനാണ് നല്ല രസം കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, എല്ലാവരും കൂടി നോക്കാൻ നമുക്ക് പാകമില്ല. അപ്പോൾ അവർ പറഞ്ഞ വിലയ്ക്ക് നമുക്ക് അവർ ചെറിയ വിലക്കാട്ടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞ വില വലുതായിട്ട് തോന്നിയാൽ നമ്മൾ അവർക്ക് പറ്റുന്ന ആ ഒരു വിലക്കാട്ടെ കൊടുക്കണത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് നമുക്ക് 6 ആളെ നോക്കാനുള്ള പാകമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പോലെ തന്നെ അടുത്തന്നെ കൊടുക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും നോക്കിയേന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ടൈറ്റായി കാരണം നമുക്ക് ഇപ്പോൾ നമ്മളോട് 2 ആളെ നിർത്താൻ കേട്ടോ. നൂറാടെ ഹൈറൂല്ലേ, ഒരു വലിയ പൂച്ചൂട്ടിയുണ്ട് ഹൈറു, ഇതിൻ്റെ മോന് നൂറാടെ. അപ്പം അതിനിവിടെ നിർത്താൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഈ കുട്ടികളൊക്കെ ഇവർ നമ്മളടുത്ത് 2-3 മാസം നിന്നാൽ 2-3 മാസം നമ്മൾ ഇവരൊപ്പം നമ്മളൊപ്പം നിന്നാൽ പിന്നെ നമ്മളായിട്ട് ഇവർ ഇണക്കാവും. പിന്നെ നമുക്കും കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് 1 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ടുപോകണതിന് നമുക്ക് തള്ളേനെ ഒന്നുകൂടി തള്ളയുടെ അടുത്തൊക്കെ ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ. അതിനെ എന്നിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് നമുക്ക് പെട്ടിയിലാക്കി കൊണ്ടുപോകണം. അല്ല വല്ല ചാടിപ്പോകാണ്ടിരിക്കുക വല്ല പാത്രത്തിലെ പെട്ടിയിൽ തന്നെ ആക്കി കൊണ്ടുപോകണം. ചെറിയൊരു കൊട്ടറുള്ളാക്കിയിട്ട് ആളാണെങ്കിലോ കൊട്ട തുടർന്ന് ചാടിപ്പോളെ വയ്യില്ല കേട്ടോ. അത് 6 ആളും കൂടിയിട്ട് ഒരുമിച്ചിട്ടല്ലേ ജനിച്ചാപ്പ് മുതൽ ഒരു 20 ദിവസം ഒരുമിച്ച് നിന്ന്. അപ്പോൾ ചെറിയൊരു വിഷമം കൊണ്ട് പോകുന്ന ആൾക്കില്ല. ഏതായാലും അതാണ് നമ്മൾ വേഗം തന്നെ കൊണ്ടുപോകണം കേട്ടോ. കൂടുതൽ ദിവസം നമ്മുടെ വീട്ടിലെടുത്ത് പിന്നെ നമുക്ക് കൊടുക്കാനും തോന്നില്ല. എല്ലാത്തിനും നമുക്ക് വളർത്താൻ തോന്നും കേട്ടോ. പൈസ ഇല്ലെങ്കിൽ എല്ലാത്തിനും എങ്ങനെയും വളർത്താൻ തോന്നും. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും നമ്മൾ ചോദിക്കുന്നവർ നമ്മളോണ്ട് നമ്മൾ വിചാരിച്ചതിന് കുറഞ്ഞ വിലക്കാണ് അവർ ചോദിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആരെങ്കിലും ഒപ്പം കൂട്ടിയിട്ട് പോവാട്ടോ. ഡിവീനായിട്ടാണ് പോണേ. പൂച്ചൂട്ടിയാണെങ്കിൽ നല്ല കരച്ചിലാട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ. ഇവിടുന്ന് അങ്ങനെ ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പൂച്ചൂട്ടിക്കുള്ള തീറ്റ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് പൂച്ചനെ വളർത്തുന്നത്. കാരണം അവർക്ക് തീറ്റ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നല്ല കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോകണം എന്നാട്ടോ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തവരൊക്കെ. ഏതായാലും നേരം കളയാല്ലേ, ചെക്കന് പരീക്ഷ ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പൂച്ചൂട്ടി ചെറുതായിട്ടൊന്ന് പനി പറ്റിപ്പിച്ചു. അപ്പോൾ മൂത്രം വെച്ചു പേടിച്ചിട്ടേ. ഏതായാലും കുഴപ്പമില്ല, നമ്മളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും വേഗം എത്തിക്കാട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് അവർ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരു വഴിയിൽ വെയിറ്റ് ചെയ്യാട്ടോ. പൂച്ചൂട്ടിയാണെങ്കിൽ നല്ല കരച്ചിലാട്ടോ. മൂപ്പരാണെങ്കിൽ പകുതി വെച്ച് മുള്ളൊക്കെ ചെയ്തു കേട്ടോ. ഏതായാലും അവർക്ക് പൂച്ചൂട്ടിൻ്റെ വല്ലാണ്ടൊന്നും അറിയില്ല കേട്ടോ. നമ്മളേതായാലും എന്തൊക്കെ തീറ്റ കൊടുക്കണമെന്ന് വെച്ചാൽ ആകെ 1 മാസമല്ലേ നമ്മുടെ ഇവിടെ നിന്നിട്ടുള്ളൂ. തീറ്റ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും അവർ വരട്ടെ. ആ വരുന്നവർക്കാട്ടെ നമുക്ക് പൂച്ചൂട്ടിനെ കൊടുക്കാനുള്ളത്. വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടുപോയടാ എടുത്തോട്ടറാ. ഞാൻ പറഞ്ഞുതരാം. ഇതില്ലേ ഇത് പെണ്ണ് ഇവര് എന്താ കുറച്ച് വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം അങ്ങനെ ഇത് പിന്നെ പാല് കൊടുക്കരുതിട്ട് വയറ് കിട്ടും. കുറച്ച് വെള്ളത്തിൽ ഞാൻ പറയാം, എനിക്ക് വിളിക്കുക ചൂടുവെള്ളത്തിൽ അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ട് വന്ന് വീട്ടിൽ നിന്ന് തീറ്റ പിന്നെ കുറച്ചുകൊണ്ട് കൊടുത്താൽ വൈകുന്നേരം ആക്കണ്ട, കുറച്ചുകൊണ്ട് കൊടുത്തോ. പിന്നെ വേറെ ഒരു ആശുപത്രിയിൽ കാണിച്ചോട്ടോ. എന്താ വെച്ചാൽ അമ്മയുടെ അടുത്ത് കൊടുത്താണല്ലേ. അപ്പോൾ ഇത് മൂത്രമൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിലേ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടെ നിന്ന്? ഞങ്ങളൊപ്പം വന്നാൽ മതി എന്നാ. ഇല്ലടാ താഴ്ത്തി വെച്ചോ.
ആ നിങ്ങളെ വാങ്ങണേ പാല് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഈ തീറ്റ കുറച്ച് വെള്ളത്തിലായിട്ട് ഞാൻ പിന്നെ തലം പറയാം. ഞാനല്ലേ നോക്കണേ. വെള്ളത്തിൽ ഇതൊന്ന് അരിയിപ്പിച്ചിട്ട് കൊടുക്കും. പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ കൊടുക്കും. പിന്നെ എല്ലാം പറഞ്ഞിട്ട് വോയിസ് അയച്ചതാണ്. അപ്പൊ അതുപോലെ ചെയ്താൽ മതി. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് പോണേ. കുറച്ച് കഴിയുമ്പോൾ കൊടുത്തോ. വരും മൂത്ര വെച്ച് പേടിച്ചിട്ട് ആള്. പട്ടിയുണ്ട് ചേട്ടൻ്റെ കൂടെ? അല്ല ചെറുപ്പം മുതൽ കണ്ടിട്ടാണെങ്കിൽ പിന്നെ പ്രശ്നമല്ലോ. അതാണ് ഇപ്പൊ തന്നെ കൊടുക്കുന്നത്. കുറച്ചും കൂടി ആയാൽ പിന്നെ അതൊക്കെ പേടിയാവും. എനിക്ക് മെസ്സേജ് അയച്ചിടാം. ഫോട്ടോ പൂച്ച കൊടുത്തതിന് ശേഷം നമ്മളവിടെ ഇറങ്ങിയിട്ട് അവർ ക്ലബ്ബിലാട്ടാ. അവിടെ ക്ലബ്ബിലിരിക്കുന്ന ചേട്ടനാട്ടാ പൂച്ചൂട്ടി. പിന്നെ അവനും അവർ രണ്ടാളും കൂടിയിട്ട് വളർത്താനോ കൊണ്ടുണ്ടാകും. അപ്പോൾ ഏതായാലും ഇനി നേരെ നമുക്ക് നമ്മളോട് മാമിയോട് നോമ്പറപ്പിക്കുന്നുണ്ട്. അപ്പം കുറച്ച് പൊറോട്ട വാങ്ങിക്കൊണ്ടാണ്ട് നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പൊറോട്ട വാങ്ങാൻ വേണ്ടി പോകണോട്ടാ. എന്നിട്ട് നേരെ വീട്ടിൽ പോയി മൂപ്പർക്ക് പരീക്ഷ നേരെ എക്സാം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. എക്സാമിന് പഠിക്കാനുള്ള ബുക്ക് പോലും ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടാ. എന്നിട്ടാണ് ഇപ്പോൾ എക്സാമിന് പോകണേട്ടാ. എന്താ എൻ്റെ കൂടുതലോ എത്രയ്ക്ക് ബുദ്ധിയുള്ളവരാണ് അല്ലേ? ഏതായാലും പോവാ നേരെ ഇല്ലേ ചെക്കനെ എക്സാം ഉണ്ട് 1:30 അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പൊറോട്ട വാങ്ങേണ്ടത് കേട്ടോ. അവനേതായാലും പോയി വാങ്ങണ്ടേ. നമുക്കിവിടെ വെറുതെ അവനോട് കുറച്ച് പണി എടുപ്പിക്കണം. അവൻ്റെ ചെക്കന് പരീക്ഷയ്ക്കുള്ള ടൈമായി തുടങ്ങിയിട്ടാണ്. വേഗം എത്തണം വീട്ടിൽ. ചെക്കനെ പരീക്ഷ ഹാളിൽ കൊണ്ടാക്കണം. ബിബി നേരെ പരീക്ഷയ്ക്ക് പോകട്ടെ. നേരം വൈകാനായി. ഞാൻ ചെക്കനെ ബസ് കിട്ടില്ല. നമുക്ക് വണ്ടിയുമ്പോൾ കൊണ്ടാക്കി കൊടുക്കണം. നമുക്ക് കുളിച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് വരും. നമുക്ക് അവനെ വണ്ടിയുമ്പോൾ കൊണ്ടാക്കി എടുക്കണം സ്കൂളിൽ. പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ബിബി വന്നിട്ടാ. ചെക്കൻ പരീക്ഷയിൽ 100 മാർക്കിൽ പരീക്ഷ. പരീക്ഷ എത്രയിലാന്ന് പോലും അറിയാത്തവന്മാരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. പഠിക്കാൻ ടെസ്റ്റ് കിട്ടിയില്ലാന്ന്. പരീക്ഷ എത്രയിലാന്ന് പോലും ചെക്കനെ അറിയില്ല. ചങ്ങായിമാര് വണ്ടിയായിട്ട് ഇറങ്ങിണ്ടേ. ചെക്കന് പരീക്ഷയ്ക്ക് ആക്കി കൊടുക്കാനാ. ആ നിങ്ങളെങ്ങടാ? കിട്ടുന്നേക്കാ. ഞാൻ പൈസ കിട്ടി എൻ്റെ മറ്റേ ട്രിപ്പിൻ്റെ. ആ ലാസ്റ്റ് നമുക്ക് തരും. ശരി എനിക്ക് പരീക്ഷയില്ലേ? പോലെന്നാ മീനെ ഉണ്ട്. പിന്നെ നമ്മളപ്പം വിവിനെ സ്കൂളിൽ കൊണ്ടൊക്കെ വന്നപ്പോൾ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാണാൻ പറ്റിയിട്ടാ. എൻ്റെ പേരെന്താ? എന്താണ്? സ്വാലിയില്ല. എൻ്റെ ആ നേരെ പരീക്ഷ. ശരി ശരി. മിനാറ വീട്ടിലത്തെ പണിക്കാർക്ക് ഇവിടുന്ന് ഊണ് വാങ്ങണേ. നമുക്ക് ഊണ് അവർ സെറ്റാക്കിട്ടാണ്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലുള്ള കട കേട്ടത്. ഇവിടെ കഞ്ഞി ഉണ്ടാവും, ഊണുണ്ട്, ഒക്കെ ഉണ്ട്. ഊണ് കിട്ടിയിട്ട് നമ്മളെ ചിട്ടൻ്റെ റോട്ടിലേക്ക് വരുമ്പോൾ ഈ കട കാണാം. നമുക്ക് ചിട്ടൻ്റെ റോട്ടിൽ വരുമ്പോൾ 10 മണിക്കൊക്കെ കഞ്ഞി ഉണ്ടാവും. അതുപോലെ തന്നെ ഉച്ച ടൈമിൽ ഊണൊക്കെ ഉണ്ടാവും അവിടെ. പക്ഷെ നമ്മളിന്നൊരു വെറൈറ്റി കണ്ടന്റ് പിടിക്കണ്ടാ. നട്ടപ്പാറ വെയിലത്തല്ലേ നമ്മൾ വന്ന് നമുക്ക് തണുത്ത വെള്ളത്തോണ്ട് ഒരു കുളി കുളിക്കാം. ചെറിയൊരു കുളി കുളിക്കാം. ഏത് മൂടാവും. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നട്ടപ്പാറ വെയിലത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെ ഒരു കുളി വയ്ക്കാൻ വേറെ വൈബാട്ടാവും. തണുത്തിട്ടില്ലേട്ടാ. നമ്മൾ ഇന്നലെ വെച്ച വെള്ളാട്ടാ. അതുകൊണ്ടാണ് ഇന്ന് കുളിച്ചത്. ഒരൊറ്റ കുപ്പിയാണ് കുളിച്ചുള്ളത്. പക്ഷെ നല്ല തണുപ്പ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം.